ഗൈസ്, അപ്പം വെൽക്കം ടു ന്യൂ വീഡിയോ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അനാട്ടമിയിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് മസിൽ ആയിട്ടുള്ളത് ട്രപ്പീസിയസ് മസിൽ ആണ്. ഇത് ഇസഡ് ആട്ടോ, ട്രപ്പീസിയസ് മസിൽ ആണ്. ദിസ് ഈസ് ഓൾസോ എ 5 മാർക്ക് ക്വസ്റ്റ്യൻ. 5 മാർക്ക്. അപ്പൊ നമുക്ക് ട്രപ്പീസിയസ് മസിൽ എന്താണെന്ന് നോക്കാം. അപ്പം ഈ ഡയഗ്രാം മസ്റ്റ് ആണ്. ഞാൻ ഡയഗ്രാം വരയ്ക്കുന്നില്ല, നിങ്ങളെ ഓർത്ത് വെച്ചോണം. ഡയഗ്രാം വിത്ത് മാർക്കിങ്സ്. ഓക്കെ, മാർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഡയഗ്രാം വരച്ചിട്ട് കാര്യമില്ല, അത് പ്രോപ്പർ ആയിട്ട് മാർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സ്കോർ കിട്ടത്തുള്ളൂ. ഇൻട്രൊഡക്ഷൻ എഴുതുക. ഓക്കെ, ഇൻട്രൊഡക്ഷൻ. ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തരാം, ഞാൻ എഴുതുന്നില്ല. Trapezius is a large superficial muscles extending from the skull and cervical spine. അപ്പൊ നമ്മുടെ സ്കള്ളിൽ നിന്നും സെർവൈക്കൽ സ്പൈനിൽ നിന്നും എന്താ പറയാ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മസിലാണ് ഓർത്ത് വെക്കുക, സെർവൈക്കൽ സ്പൈൻ. ഇത്ര ഞാൻ എഴുതുന്നുള്ളൂ, നിങ്ങളത് ഇലാബറേറ്റ് ചെയ്ത് എഴുതിക്കണം. കാരണം 5 മാർക്സിന് 3 പേജസ് ആണ് എഴുതേണ്ടത്. അപ്പൊ 3 പേജസ് നിങ്ങൾ ഫില്ല് ചെയ്യുക. ഓക്കെ, 3 പേജസ് ഫില്ല് ചെയ്യുക. ബിക്കോസ് പടമെല്ലാം വരച്ചെങ്കിൽ നിങ്ങൾക്ക് 5 ഔട്ട് ഓഫ് 5 കിട്ടും. ആൻഡ് പോയിന്റ് മസ്റ്റ് ആണ് ടു ദ thoracic spine and shoulder. To thoracic spine and shoulder. ഇപ്പൊ ഷോൾഡറിലേക്ക് thoracic സ്പൈനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് ക്രൂഷ്യൽ മൂവ്മെന്റ് ഓഫ് ദ സ്കാപ്പുല ആൻഡ് ദ നെക്ക്. അപ്പം സ്കാപ്പുലയുടെയും നെക്കിന്റെയും മൂവ്മെന്റ്സിനാണ് ഈ ട്രപ്പീസിയസ് മസിൽ സഹായിക്കുന്നത്. ഈ ഭാഗത്തുള്ള മസിലാണ് ട്രപ്പീസിയസ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അറിയാമോ നെക്ക് ഏരിയയില്. അപ്പം ഇതാണ് മെയിൻ ആയിട്ടുള്ള അതിന്റെ ഇൻട്രൊഡക്ഷനിൽ പറയേണ്ടത്. ഇനി ഓറിജിൻ ആൻഡ് ഇൻസേഷൻ. ഓറിജിൻ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. കുറച്ചധികം ഒറിജിൻ ഉണ്ട്, ഞാനത് പറയാം, നിങ്ങൾ എഴുതിയെടുത്താൽ മതി. എക്സ്റ്റേണൽ ഓക്സിപിറ്റൽ പ്രൊട്യൂബറൻസ്, അത് നിങ്ങൾ ഹെഡ് ആൻഡ് നെക്ക് അനാട്ടമി പഠിക്കുമ്പോൾ അതെല്ലാം പഠിച്ചോളും. നമ്മുടെ സ്കാളിലുള്ള സംഭവമാണ്. മീഡിയൽ തേർഡ് ഓഫ് ദ സുപ്ര ന്യൂച്ചൽ ലൈൻ, അത് ഓർത്തിരിക്കുക. മീഡിയൽ 1/3 ഓഫ് ദ സുപ്പീരിയർ ന്യൂച്ചൽ ലൈൻ. അതേപോലെ തന്നെ ന്യൂച്ചൽ ലിഗമെന്റ്, അത് ഓർത്തോണം. അത് രണ്ടും കണക്റ്റഡ് ആയിട്ട് പഠിക്കാമല്ലോ. പിന്നെ സ്പൈനസ് പ്രോസസ് ഓഫ് C7 to T12. C7 to T12 സ്പൈനസ് പ്രോസസ് ഓഫ് ദ വെർട്ടിബ്രേ, അത് പഠിക്കുക. ഓക്കെ, ഇനി ഓറിജിൻ നിങ്ങൾ അത് ടെക്സ്റ്റിൽ തന്നെ നോക്കി ഷോർട്ട് ആയിട്ട് എഴുതുക. ദെൻ കമ്മിങ് ടു ദ ഇൻസേർഷൻ. ഇൻസേർഷൻ ഞാൻ എഴുതാം, ബിക്കോസ് അത് കുറച്ചേ ഉള്ളൂ. ഇനിയിപ്പോ നിങ്ങൾക്ക് ആ 3 പോയിന്റ് എഴുതാം, 4 പോയിന്റ് എഴുതാൻ പറ്റില്ല, അറ്റ്ലീസ്റ്റ് 2 പോയിന്റ് എങ്കിലും എഴുതുക. 4 പഠിച്ചു വെക്കുക, ബട്ട് 2 പോയിന്റ് എങ്കിലും എഴുതാൻ ശ്രമിക്കുക. ഇൻസേർഷൻ ലാറ്ററൽ തേർഡ് ഓഫ് ദ ക്ലാവിക്കിൾ. ലാറ്ററൽ തേർഡ് ഓഫ് ദ ക്ലാവിക്കിൾ ഇറ്റ് സിമിലർ ആണ് നമ്മുടെ ഡെൽറ്റോയിഡുമായിട്ട്. കുറച്ച് ആക്രോമിയം പ്രോസസ് ഓഫ് ദ സ്കാപ്പുല. Process of the scapula, spinous of scapula, spinous process, അതാണ് spine of the scapula. സോ നിങ്ങൾ ബേസിക്കലി ഡെൽറ്റോയിഡ് പഠിച്ചു കഴിഞ്ഞാൽ ഡെൽറ്റോയിഡിന്റെ ഇൻസേർഷൻ തന്നെ ഈ 2 ഇവിടെ വരുന്നത്. സംവാട്ട് 3 സെയിം ആണ്. സോ അതിന്റെ ഇൻസേർഷൻ പഠിച്ചാൽ അതും ഇവിടെ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സോ ഇത്ര എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു 2.5 മാർക്ക് അവർ ഇട്ട് തരും. പ്ലസ് പടവും കൂടെ ഉണ്ട് 3 മാർക്ക് ഫോർ ഷുവർ. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് നെർവ് സപ്ലൈയിലേക്ക് പോവാണ്. നെർവ് സപ്ലൈയിലേക്ക് വരുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മോട്ടോറും ഉണ്ട്, സെൻസറി ഉണ്ട്. അപ്പം മോട്ടോറിൽ സ്പൈനൽ ആക്സസറി നെർവ് ഉണ്ട്. സ്പൈനൽ ആക്സസറി നെർവില് ക്രേനിയൽ നെർവ് 11th ആണ്. ഓക്കെ, അറിയാലോ, നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കുന്നത് ക്രേനിയൽ നെർവ്സ് ആണ്. അപ്പൊ സ്പൈനൽ ആക്സസറി നെർവാണ് ക്രേനിയൽ നെർവ്. അതേപോലെ തന്നെ സെൻസറിയിലേക്ക് വരുമ്പോൾ ക്രേനിയൽ നെർവ്സിൽ ക്രേനിയൽ നെർവ് 3rd and 4th. ഇതാണ് നമ്മുടെ നെർവ് സപ്ലൈ വരുന്നത്. ഇനി ബ്ലഡ് സപ്ലൈയിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത്. ഓക്കെ, കമ്മിങ് ടു ദ ബ്ലഡ് സപ്ലൈ. ഓക്കെ, നിങ്ങളതെല്ലാം എഴുതിയെടുത്തോണേ പെട്ടെന്ന്, അല്ലെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ചാൽ മതി, നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ബ്ലഡ് സപ്ലൈ. ബ്ലഡ് സപ്ലൈ ട്രാൻസ്ഫേഴ്സ് cervical artery and dorsal scapular artery.
ഇത് നിങ്ങൾ കാണാപ്പാടം പഠിക്കാനേ പറ്റത്തുള്ളൂ. ട്രാൻസ്വേഴ്സ് സെർവൈക്കൽ ആർട്ടറി ആൻഡ് ഡോർസൽ സ്കാപ്പുലർ ആർട്ടറി, അത് ഓർത്ത് വെച്ചാൽ പറ്റും. സെർവൈക്കൽ ഈ റീജിയൻ ആണ്, സ്കാപ്പുലർ ഈ റീജിയൻ ആണ്. അങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. പിന്നെ ഫങ്ഷൻസ് ഓൾറെഡി നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു ഫങ്ഷൻസും കൂടി എഴുതുക. അപ്പർ ഫൈബേഴ്സ്, എലവേഷൻ ഓഫ് ദി സ്കാപ്പുല ആൻഡ് നെക്ക് എക്സ്റ്റൻഷൻ. മിഡിൽ ഫൈബേഴ്സ്, ഇതിന് 3 ഫൈബേഴ്സ് ഉണ്ട്. ലോവർ ഫൈബേഴ്സ് സംവാട്ട് സിമിലർ ടു ഡെൽറ്റോയിഡ് ആണ്. സോ നിങ്ങൾക്ക് എഴുതാം. അപ്പൊ ഇത് 3 എഴുതിയിട്ട് എന്തെങ്കിലും എഴുതാം. ഈവൻ ഇഫ് നിങ്ങൾ ഓർക്കുന്നില്ലെങ്കിൽ സംതിങ് യു റൈറ്റ്. ബിക്കോസ് അവര് നോക്കുമ്പോൾ ഹെഡിങ് നിങ്ങൾ നല്ല വൃത്തിയായിട്ട് എഴുതുന്നുണ്ട്. ദേ മൈറ്റ് ഗീവ് യു മാർക്സ്. ഓക്കെ, ഇതൊരു ട്രിക്കാണ്. ഇതിപ്പോ അറിയില്ലെങ്കിൽ ചുമ്മാ ബ്ലാ 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 എഴുതുക. ഇവിടെ ചുമ്മാ ബ്ലാ ബ്ലാ എഴുതുക, ഇവിടെയും ബ്ലാ ബ്ലാ എഴുതുക. അവർ നോക്കുമ്പോൾ ഫംഗ്ഷൻസ് ഓക്കെ എഴുതിയിട്ടുണ്ട്. ദേ വിൽ ഗീവ് യു സ്കോർ. ഓക്കെ, അതൊക്കെ കുറച്ച് ട്രിക്കാണ്. പിന്നെ ഓൾ ഫൈബേഴ്സ് ടുഗെദർ എന്നും പറഞ്ഞ് എഴുതാം. അപ്വേർഡ് റൊട്ടേഷൻ ഓഫ് ദി സ്കാപ്പുല മൂവ്മെന്റ്, ഹെഡ് മൂവ്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞ് ബ്ലാ 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 അതും എഴുതാം. സോ യു വിൽ ഗെറ്റ് 5 out of 5 ഫോർ ഷുവർ. ഡയഗ്രാം ഡോണ്ട് ഫോർഗെറ്റ് അബൌട്ട് ദി ഡയഗ്രാം വരച്ച് ഒത്തിരി സമയം കളയരുത്. ചുമ്മാ പേനയും കൊണ്ട് റഫായിട്ട് വരയ്ക്കുക, മാർക്ക് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. പേന കൊണ്ട് മാത്രമേ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് സ്കാൻ ചെയ്യുമ്പോൾ പെൻസിൽ ഒരിക്കലും സ്കാൻ ആവില്ല. ബിക്കോസ് ഡിജിറ്റൽ ഇവാലുവേഷൻ ആണ്. സോ ട്രപ്പീസിയസിന്റെ ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കമന്റ് ചെയ്യാതെ. ഈ വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. എന്നാലേ എനിക്ക് റെസ്പോൺസ് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.